നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. കെ.ആർ. ഗൗരിയമ്മയ്ക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയ പി.സി. ജോർജിനെ നിയമസഭ താക്കീത് ചെയ്തു. എത്തിക്സ് കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് നിയമസഭ ഏകകണ്ഠമായി അംഗീകരിച്ചു. സഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഒരംഗത്തിനെതിരെ നടപടിയെടുക്കുന്നത്. 2013 മാർച്ച് 14 കെ.ആർ. ഗൗരിയമ്മ, ടി.വി. തോമസ്, ആർ. ബാലകൃഷ്ണപിള്ള, കെ.ബി. ഗണേഷ് കുമാർ എന്നിവർക്കെതിരെ പി.സി. ജോർജ് നടത്തിയ അപകീർത്തികരമായ സംഭാഷണങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിട്ടത്. ഒരു നിയമസഭാ അംഗമെന്ന നിലയിൽ പി.സി. ജോർജ് നടത്തിയത് മാന്യമായ പ്രതികരണമല്ലെന്നും ഇത് ആവർത്തിക്കാതിരിക്കാൻ പി.സി. ജോർജിനെ താക്കീത് ചെയ്യണമെന്നും പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി ശുപാർശ ചെയ്തു. കമ്മിറ്റിയുടെ ശുപാർശയോട് യോജിക്കുന്നതായുള്ള പ്രമേയം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സഭയിൽ അവതരിപ്പിച്ചു. പ്രിവിലേജസ്, എത്തിക്സ് എന്നിവ സംബന്ധിച്ച സമിതിയുടെ 3ാമത് റിപ്പോർട്ടിൽ അടങ്ങിയിട്ടുള്ള ശുപാർശകളോട് സഭ യോജിക്കുന്നു എന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു. തുടർന്ന് ശബ്ദ വോട്ടോടുകൂടി പ്രമേയം നിയമസഭ പാസാക്കി. നിയമസഭാ അംഗമെന്ന ബഹുമാന്യമായ പദവിക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള പെരുമാറ്റം ഭാവിയിൽ ആവർത്തിക്കാതിരിക്കുവാൻ ശ്രീ പി.സി. ജോർജിനെ താക്കീത് ചെയ്യുന്നു. നിയമസഭയുടെ നടപടി ആദരവോടുകൂടി അംഗീകരിക്കുന്നുവെന്ന് പറഞ്ഞ പി.സി. ഇതിന്റെ പേരിൽ ആരാണ് അപഹാസ്യരാകുന്നതെന്ന് ജനം തീരുമാനിക്കട്ടെ എന്നും കൂട്ടിച്ചേർത്തു. വീട്ടിലിരുന്ന് ഞാൻ സംസാരിച്ചതിന്, അതും എന്നെപ്പറ്റി ശുദ്ധവൃത്തികേട് പറഞ്ഞതിന് ഞാൻ സംസാരിച്ചു എന്നെ താക്കീത് ചെയ്യുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സാധാരണക്കാരെ ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരാകാൻ പോകുന്നത് ആരെന്നുള്ളതിലാണ് എൻ്റെ ദുഃഖം. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. ശ്രീ പി.സി. ജോർജ് എം.എൽ.എ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ കെ. ഫ്രാൻസിസ് ജോർജ്, ശ്രീ മാത്യു ടി. തോമസ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ പി.സി. ജോർജ്, താങ്കൾ ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? ഞാൻ ചരിത്രത്തിൽ ഇടം പിടിച്ചത് റിപ്പോർട്ടർ ചാനൽ എന്നോട് കാണിച്ച മര്യാദകേടിൻ്റെ പേരിലാണ്. അതായത് യഥാർത്ഥ സത്യം എന്താ ജനം അറിയട്ടെ. എനിക്കെതിരെ ഗൗരിയമ്മ വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു ആരോപണം, സത്യവിരുദ്ധം 100% ബോധത്തുള്ള ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ 10-14 പത്രപ്രവർത്തകർ വരുന്നു. അവരോട് സ്നേഹത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കാര്യം പറയുന്നു. അപ്പം ഗൗരിയമ്മ ഇത് കേരള ശബ്ദം പത്രത്തിന് വീക്കിലി കൊടുത്ത ഇൻ്റർവ്യൂവിൽ ടി.വി. തോമസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വളരെ മോശമായ ജീവിതമാണെന്നാണ് ഗൗരിയമ്മ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഗൗരിയമ്മ എന്നെപ്പറ്റി പറഞ്ഞതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഗൗരിയമ്മ എന്നെ ഓർത്തുകൊണ്ടായിരിക്കില്ല, ടി.വി. തോമസ് ആണെന്ന് ഓർത്ത് പറഞ്ഞതായിരിക്കും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഗൗരിയമ്മ പറഞ്ഞ പച്ച നുണയാണെന്ന് തെളിയിച്ചു എന്ന് മാത്രമല്ല ഗൗരിയമ്മ പറഞ്ഞ തെറ്റാണെന്നും UDF അതിനെ അംഗീകരിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് എത്തിക്സ് കമ്മിറ്റി അങ്ങനെ തീരുമാനമെടുത്തപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ വേണ്ടി, പക്ഷേ എനിക്ക് അറിയാമല്ലോ പ്രകാശ്, ഞാൻ നിയമസഭയുടെ ലെജിസ്ലേച്ചറിൻ്റെ അധികാരം കൂടുതൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. നിയമസഭാ കമ്മിറ്റി എന്ന് പറയുന്നത് നിയമസഭയുടെ മിനിയേച്ചർ ഫോമാണ്. ആ നിയമസഭാ കമ്മിറ്റിയുടെ ശക്തി കൂടുതൽ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലോകം മുഴുവൻ പ്രസംഗിച്ച് നടക്കുന്ന എനിക്ക് എത്തിക്സ് കമ്മിറ്റി കാണിച്ച തെറ്റോ ശരിയോ എന്ന് പറയാൻ എൻ്റെ മനസാക്ഷി സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞാൻ ബഹുമാന പുസ്തകം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട് അതിനകത്ത്. ഞാൻ അങ്ങനെ സംസാരിച്ചത്, എൻ്റെ വീട്ടിലിരുന്ന് ഞാൻ സംസാരിച്ചത് ഒളിക്യാമറയിലെടുത്ത് ഏതെങ്കിലും പത്രപ്രവർത്തനം അത് പുറത്തു വിട്ടാൽ അതിൻ്റെ പേരിൽ ഞാൻ ശിക്ഷപ്പെടണമെന്ന് എത്തിക്സ് കമ്മിറ്റി പറഞ്ഞാൽ, ഞാൻ നാളെ എൻ്റെ മുറിയിൽ സ്വസ്ഥമായി ഞാൻ കിടക്കുന്ന സമയത്ത് ഒന്ന് കുളിക്കാനേറ്റ് ഷർട്ടും മുണ്ടും ഇട്ടുകൊണ്ടല്ലല്ലോ ഞാൻ കുളിക്കുന്നത് നേക്കഡായിട്ടാണെങ്കിൽ അത് TV ചാനലുകാർ എവരെങ്കിലും അത് ഇപ്പോൾ ഏത് ചാനലെങ്കിലും രഹസ്യ ക്യാമറ വെച്ച് പിടിച്ചിട്ട് അത് TV കൊടുത്താൽ ഞാൻ നഗ്നായി കുളിച്ചു എന്നും പറഞ്ഞ് ഇപ്പോൾ എത്തിക്സ് കമ്മിറ്റി എന്നെ ശിക്ഷിക്കാമെന്നാൽ ഞാൻ ഈ കേരളത്തിൽ എന്താവും MLA-മാരുടെ ഗതി? മറ്റൊരു ചോദ്യം കൂടെ എനിക്കുണ്ട്. ആ എത്തിക്സ് കമ്മിറ്റിയിൽ കേരള കോൺഗ്രസ് 2 MLA-മാരുണ്ട്. 2013 മാണി എനിക്ക് പാര തുടങ്ങിയിരുന്നു എന്നതിന് തെളിവാണ്. 2 MLA-മാർ കേരള കോൺഗ്രസിൻ്റെ ഉള്ള ഒരു കമ്മിറ്റി കയറി അങ്ങനെ വിധിക്കണം എന്ന് പറഞ്ഞാൽ അത് 2013 വിധിച്ചത്. നാളിതുവരെ ഫ്രീസർ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഉമ്മൻചാണ്ടി അത് പൊക്കിയെടുക്കുന്നത്. എന്തുകൊണ്ട് ഇത് എടുത്തു എന്ന് കേരളത്തിലെ ജനസമൂഹം അതിലേക്ക് എത്താം. പക്ഷേ ശ്രീ പി.സി. ജോർജ്, ഇന്ന് താങ്കൾ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇത് കഴിഞ്ഞ് മാധ്യമങ്ങളോട് പറഞ്ഞ്, ഇത്രയും മോശമായ കാര്യങ്ങൾ നിയമസഭയിൽ നടക്കുമ്പോൾ വീട്ടിലിരുന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്നെ താക്കീത് ചെയ്യുന്ന ഈ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി അല്ലെങ്കിൽ ഈ MLA-മാർ, ഈ സഭയിൽ എന്താണ് നടക്കുന്നത്? എന്താണ് സഭയിൽ നടക്കുന്ന കാര്യങ്ങൾ? എന്താ ഇത്ര മോശമായ കാര്യങ്ങൾ? പ്രകാശ്, അത് ഞാൻ പറയാൻ തുടങ്ങിയപ്പോഴാണ് പ്രകാശിന് ചോദ്യം. നന്ദിയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ സഭയിൽ എന്താ ഉണ്ടായി?
ഇന്നലെ സെൽവരാജ് എന്ന് പറയുന്ന ഒരു MLA സഭയിൽ എഴുന്നേറ്റ് ശബ്ദം വെച്ചുകൊണ്ടിരുന്ന ഒരു വനിതാ MLA പോടി ഇരിയടി എന്ന് പറഞ്ഞു. അതിന്റെ മര്യാദ എന്താ? ഈ എത്തിക്സ് കമ്മിറ്റി എന്തോ ചെയ്യുക? മിനിങ്ങാന്ന് പ്രകാശം അറിയാൻ കരഞ്ഞുകൊണ്ടാണ് സഭയിലിരുന്നു. ഞാനൊരു മതേതരവാദിയാണ്, എന്നെ ആര് കൊന്നാലും ഞാനത് മാറാൻ ഉദ്ദേശിക്കുന്നില്ല. പല ബിഷപ്പന്മാരും എനിക്കെതിരായിട്ട് വർത്തമാനം പറയുന്നുണ്ട്, ഞാൻ മതേതരത്വം കൊണ്ടുവരുന്നത് ശരിയാണോ, ക്രിസ്ത്യാനി ആകണ്ടേ? ഞാൻ ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ടാണ് ഞാൻ മതേതരത്വം പറയുന്നത്, മനസ്സിലായില്ലേ? ആ മിനിങ്ങാന്ന് സഭയിൽ പ്രതിപക്ഷങ്ങളെല്ലാം കൂടി ഭരണകക്ഷിയെ വർഗീയവാദികളെന്ന് വിളിക്കുക. മുസ്ലിം ലീഗിന്റെ MLA-മാർ ഭൂരിപക്ഷം മാത്രമല്ല, കോൺഗ്രസിന്റെ MLA-മാർ ഏറ്റുനിന്ന് UDF MLA-മാർ പ്രതിപക്ഷത്തെ വർഗീയവാദികളെന്ന് വിളിക്കുക. എന്താ പ്രശ്നം? BJP ആ പ്രശ്നം. BJPയെ വളർത്താൻ ആരാണ് കൂട്ടുനിൽക്കുന്നതെന്നുള്ള ചർച്ചയിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. BJP ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. ആ വസ്തുത അംഗീകരിക്കാതെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞാൻ വളരെ വേദനയോട് സത്യത്തിൽ ചങ്ക് തകർന്നു. വർഗീയവാദികളെ എന്ന് ഇടതുപക്ഷത്തെ വിളിക്കാൻ അവകാശമുണ്ടോ UDF എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം ഇടതുപക്ഷ മുന്നണിയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് RSSുമായിട്ട് സംഘടന ഉണ്ടാക്കി സ്ഥിരമായി രക്തസാക്ഷികളെ സൃഷ്ടിക്കുന്ന ഒരു പാർട്ടിയാണ് CPM. ആ പാർട്ടിയെ ഹിന്ദു വർഗീയവാദികൾ എന്ന് വിളിക്കുന്നതിൻ്റെ മര്യാദ എന്താ? അപ്പോൾ അതെനിക്ക് വലിയ വേദന തോന്നി. ഞാനിപ്പോൾ UDFന്റെ LDFന്റെ വക്താവല്ല, പക്ഷെ ഞാൻ പറഞ്ഞത് വർഗീയവാദികൾ എന്ന് പരസ്പരം വിളിക്കുക. വർഗീയത കൊണ്ടു നടക്കുന്നവരും വർഗീയതയെതിരെ നടക്കുന്നവരും ആരാണെന്നുള്ള ചർച്ചയ്ക്ക് അപ്പുറം ഈ നിലയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുക എന്ന് പറയുന്നത് ഞാൻ വളരെ വേദനയോടുകൂടിയാണ് സഭയിൽ. വ്യക്തമാണ്. ദയവായി തുടരുക. ശ്രീ മാത്യു ടി തോമസ്, രണ്ട് കാര്യങ്ങളാണ് PC ജോർജ് പറയുന്നത്. PC ജോർജ് അദ്ദേഹത്തിൻ്റെ വസതിയിലിരുന്ന് സംസാരിച്ച കാര്യങ്ങൾ മാധ്യമങ്ങളിൽ വന്നു. അതിനെ തുടർന്ന് അദ്ദേഹത്തെ താക്കീത് ചെയ്യുന്ന പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി. പക്ഷേ നിയമസഭയിൽ എന്താണ് നടക്കുന്നത്? സ്ത്രീകളോട് ഏറ്റവും മോശമായ രീതിയിൽ, വനിതാ MLA-മാരോട് ഏറ്റവും മോശമായ രീതിയിൽ പെരുമാറുന്നു. വർഗീയമായി MLA-മാർ ചേരിതിരിഞ്ഞ് സംസാരിക്കുന്നു. അപ്പോൾ സഭയ്ക്കകത്തും പുറത്തും MLA-മാർ എങ്ങനെ പ്രവർത്തിക്കണം എന്നത് സംബന്ധിച്ചുള്ള ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം നിലനിൽക്കുമ്പോൾ അത് ആ രീതിയിൽ ബാധകമാക്കാത്തതെന്തേ? ഇപ്പോഴത്തെ സഭയിലെ ഒരു അംഗമായി തുടരുന്നിടത്തോളം സഭയുടെ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം സഭയുടെ ഒരു തീരുമാനത്തെ എന്റെ സ്വതന്ത്രമായ അഭിപ്രായം രേഖപ്പെടുത്തുന്ന എനിക്ക് പരിമിതിയുണ്ട്. പക്ഷെ എന്നെ ഇന്ന് അത്ഭുതപ്പെടുത്തിയ ഒരു സംഗതി, ഈ തീരുമാനം മുഖ്യമന്ത്രി പ്രമേയമായി സഭയിൽ അവതരിപ്പിച്ച് ബഹുമാനപ്പെട്ട സ്പീക്കർ ആ തീരുമാനം നടപ്പിലാക്കിയപ്പോൾ ശ്രീ PC ജോർജിന്റെ പ്രതികരണം, അദ്ദേഹം പരിപൂർണമായും ഇന്നത്തെ സ്പീക്കറുടെ റൂളിംഗ് അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രിവിലേജ് കമ്മിറ്റിയുടെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് ഞാൻ ശിരസ വഹിച്ചുകൊള്ളാം എന്ന് പറയുകയും, എന്നാൽ അതേസമയം തന്നെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്ത അതേ മാനദണ്ഡം മറ്റു ചില സംഭവങ്ങളിൽ കൂടി ഉപയോഗിക്കണമെന്ന് പറയുകയും ചെയ്തപ്പോ അതിലൊരു യുക്തിയുണ്ട്, അതിലൊരു സാമാന്യമര്യാദ പ്രശ്നമുണ്ട്. സഭാ അംഗങ്ങൾ പെരുമാറേണ്ടുന്ന പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നാണ് PC പരാതി. സഭയ്ക്കകത്തും പുറത്തും ഈ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങളെക്കാൾ ഗുരുതരമായ അതിഗൗരവമുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവയ്ക്ക് നേരെ കണ്ടക്കാൻ പാടില്ല എന്ന PC ജോർജിന്റെ നിലപാട് തീർച്ചയായും നമ്മൾ പരിശോധിക്കേണ്ട ഒരു നിലപാടാണ്. അല്ലെങ്കിൽ നീതി മാത്രം ഒരു തരത്തിലേക്ക് ഒരു നിയമം മറ്റു വേറെ നിയമം എന്ന ഒരു വിവേചന തലത്തിലേക്ക് നിയമസഭ വരുമോ എന്ന് ഞാൻ ന്യായമായും ഭയപ്പെടുക. ദയവായി തുടരുക. ശ്രീ ഫ്രാൻസിസ് ജോർജ്, നിങ്ങളുടെ നേതാവായി PC ജോർജ് തുടർന്ന സമയത്ത്, അതുപോലെ തന്നെ ചീഫ് വിപ്പായി തുടർന്ന സമയത്ത്, ഈ സമയത്താണ് തുടർച്ചയായി പലർക്കുമെതിരെ അദ്ദേഹം സംസാരിച്ചത്. അന്ന് അതിനെയെല്ലാം പ്രോത്സാഹിപ്പിച്ച കേരള കോൺഗ്രസ് UDF ഒരു പ്രത്യേക ഘട്ടത്തിൽ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയിൽ നിങ്ങളുടെ പ്രതിനിധികൾ PC ജോർജിനെതിരെ തിരിയുന്നു. എന്തുകൊണ്ട്? ഇല്ല പ്രകാശ്, അത് ശരിയല്ല. പ്രകാശ് ഇപ്പോൾ പറഞ്ഞു, ഞങ്ങൾ പല ഘട്ടങ്ങളിൽ മുൻകാലങ്ങളിൽ ശ്രീ ജോർജ് ഇതുപോലുള്ള പെരുമാറ്റം, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് പെരുമാറ്റ ദൂഷ്യമുണ്ടായപ്പോൾ ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. ഈ ഞാൻ തന്നെ
ഞങ്ങളുടെ പാർട്ടിയുടെ ഉന്നതാധികാര സമിതിയിൽ ശ്രീ PC ജോർജിനെ അദ്ദേഹത്തിന്റെ ഈ വിധത്തിലുള്ള പെരുമാറ്റത്തിന്റെ പേരിൽ അദ്ദേഹത്തെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്നും പാർട്ടി വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന് അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ നിരന്തരമായി പറഞ്ഞിരുന്ന കാര്യമാണ്. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. ജോർജ് ഇത് എത്രയോ കാലമായിട്ട് ഇങ്ങനെയുള്ള മോശമായ പദപ്രയോഗങ്ങൾ നടത്തുകയും അതുപോലെ നമ്മൾ ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ ഒരു കാരണവശാലും പറയാനോ പ്രവർത്തിക്കാനോ ഒക്കെ പാടില്ലാത്ത രീതിയിൽ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അപ്പൊ അതിനെയൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കരുത്. ഇതൊക്കെ അപ്പോൾ തന്നെ ഇത് കറക്റ്റ് ചെയ്യപ്പെടണം എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. പിന്നെ നിർഭാഗ്യവശാൽ അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വമോ ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വമോ അത് അർഹിക്കുന്ന ഗൗരവത്തിൽ ആ കാര്യങ്ങൾ എടുത്തില്ല. അതാണ് ഇത്രയിടം വരെ ഈ കാര്യങ്ങളൊക്കെ ചെന്നെത്താൻ കാരണം. ശ്രീ ജോർജ് തന്നെ ഇപ്പൊ അംഗീകരിച്ചല്ലോ, അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ അതിനകത്ത് തെറ്റുപറ്റിന്റെ വാക്കുകളിലും പദപ്രയോഗങ്ങളിലും തെറ്റുപറ്റിയിട്ടുണ്ട് എന്നുള്ള നിയമസഭാ സമിതിയുടെ കണ്ടെത്തൽ ഞാൻ ശിരസാ വഹിക്കുന്നു. നല്ല കാര്യം. അങ്ങനെ തെറ്റുകൾ ബോധ്യപ്പെടുത്തുക, അത് തിരുത്തുക. അതല്ലാതെ മറ്റെന്തെങ്കിലും ന്യായം പറയുന്നത് യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്. സഭയ്ക്കകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് നോക്കാൻ സഭയ്ക്ക് സ്പീക്കറുണ്ട്. അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട അംഗങ്ങൾക്ക് തന്നെ അവർക്ക് പരാതി ഉണ്ടെങ്കിൽ പരാതിപ്പെടാം. സഭയുടെ പ്രിവിലേജസ് കമ്മിറ്റി ഉണ്ട്, ആ കമ്മിറ്റിയുടെ മുമ്പാകെ പരാതിപ്പെടാം. അങ്ങനെയുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ സഭയ്ക്കകത്ത് തന്നെ എടുക്കാനായിട്ട് കഴിയും. അതിന്റെ പേരിൽ താൻ ചെയ്ത കാര്യങ്ങൾ ശരിയാണ് എന്ന് വാദിക്കുന്നത് ഒരു ശരിയായ നിലപാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തെറ്റുപറ്റിയത് അംഗീകരിക്കുക, അത് തിരുത്തുക, ഭാവിയിൽ ആവർത്തിക്കാതിരിക്കുക. അതാണ് വിവേകമുള്ള മനുഷ്യർ ചെയ്യുന്നത്. അതാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, PC ജോർജ് അദ്ദേഹത്തിൻ്റെ വസതിയിൽ നടത്തിയ ഒരു സംഭാഷണം അത് മാധ്യമങ്ങൾ പുറത്തുവിട്ടതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, എന്നെ എന്തിനു ശിക്ഷിക്കണം? ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് പറഞ്ഞതല്ലേ. പക്ഷേ ഈ സഭയിൽ എന്താണ് നടക്കുന്നത്? ഇവിടെ വർഗീയമായി MLA-മാർ ചേരിതിരിഞ്ഞിരിക്കുന്നു. ഇവിടെ വനിതാ MLA-മാരെ അവർ ഏറ്റവും മോശമായ രീതിയിൽ പെരുമാറുന്നു. കഴിഞ്ഞ ദിവസം എന്താണ് ശെൽവരാജ് സംസാരിച്ചത് എന്ന നിലയിൽ അദ്ദേഹം ചോദിക്കുന്നു. അപ്പോൾ സഭയ്ക്കകത്തും പുറത്തും MLA-മാർ മാന്യതയും ധാർമ്മികതയും സഭ്യതയും പുലർത്തണം എന്ന് പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി പറയുമ്പോൾ ഇന്നിപ്പോൾ ജോർജ് ചൂണ്ടിക്കാണിക്കുകയാണ് എന്താണ് ഈ സഭ എന്ന്. പാഠം പഠിക്കേണ്ടതുണ്ടോ MLA-മാരും നിയമസഭ ആകത്തന്നെയും? അല്ല, സ്വന്തം കണ്ണിലെ കോലെടുത്ത് മാറ്റിയിട്ട് മറ്റുള്ളവൻ്റെ കണ്ണിലെ കരട് കാണണം എന്ന ബൈബിൾ വചനം PC ജോർജിൻ്റെ കാര്യത്തിൽ വളരെ അർത്ഥവത്താണ്. പക്ഷെ അതങ്ങനെ നിൽക്കുമ്പോഴും ജോർജ് പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ ആലോചിക്കേണ്ട വിഷയങ്ങളുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ, നിയമസഭയുടെ ചരിത്രത്തിൽ ധാർമ്മികമായി ഏറ്റവും താഴെ നിൽക്കുന്ന സഭയാണ് ഇപ്പോഴുള്ളത്. ആ സഭയിൽ നടക്കുന്ന കാര്യങ്ങൾ, പഴയ കാര്യങ്ങളൊക്കെ പോട്ടെ, കഴിഞ്ഞ മാർച്ച് 13 ബജറ്റ് അവതരിപ്പിച്ച ദിനം മുതൽ ഇന്നലെ ശെൽവരാജൻ്റെ പ്രസംഗം നടന്ന സമയം വരെ കേരള നിയമസഭയുടെ ധാർമ്മികത എവിടെയാണ്? ധാർമ്മികമായി ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു സഭയാണ് സ്വന്തം വീട്ടിലെ സ്വകാര്യതയിലിരുന്ന് പരസ്യമായിട്ടല്ലാതെ നടത്തിയ ചില പരാമർശങ്ങളുടെ പേരിൽ ഒരു അംഗത്തിനെതിരെ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. PC ജോർജ് പല രീതിയിലും ഏത് ശിക്ഷയ്ക്കും യോഗ്യതയുള്ള ആൾ തന്നെയാണ്. പക്ഷേ ഇങ്ങനെയല്ല PC ജോർജിനെ കൈകാര്യം ചെയ്യേണ്ടത്. ഇത് വളരെ ദുർബലമായ ഒരു ആരോപണത്തെ മുൻനിർത്തി PC ജോർജിനെ താക്കീത് ചെയ്യുന്നു. ആ താക്കീത് ചെയ്യപ്പെട്ട PC ജോർജ് സഭയ്ക്ക് പുറത്തിറങ്ങി സഭയെ വീണ്ടും ആക്ഷേപിക്കുന്നു. ഞങ്ങളൊക്കെ പറയുന്നതിനേക്കാൾ ശക്തമായി ജോർജ് പറയുന്നുണ്ട് ഈ സഭയ്ക്കെതിരെ നിശിതമായ വിമർശനം. ഇക്കാര്യങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഇങ്ങനെയല്ല സഭയുടെ ധാർമ്മികതയും സഭയുടെ അവകാശങ്ങളുമൊക്കെ സംരക്ഷിക്കേണ്ടത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, നിയമസഭ ഏകകണ്ഠമായി PC ജോർജിനെ താക്കീത് ചെയ്ത ശേഷവും ആ സഭയുടെ മുന്നിൽ നിന്നുകൊണ്ട് പിന്നിലേക്ക് കൈ ചൂണ്ടി ഇതാണ് ആ സഭ, ഈ സഭയിൽ എന്താണ് നടക്കുന്നത് എന്ന് കേരളത്തിന് അറിയാമോ? ആ നടത്തുന്നവരാണ് തനിക്കെതിരെ തൻ്റെ വീട്ടിലിരുന്ന് പറഞ്ഞ കാര്യത്തിന് ശിക്ഷ വിധിക്കുന്നത് എന്ന് ഒരിക്കൽ ചീഫ് വിപ്പായിരുന്ന, ദീർഘനാൾ നിയമസഭയിൽ ഉണ്ടായിരുന്ന PC ജോർജ് പറയുമ്പോൾ കേരള നിയമസഭയുടെ പ്രവർത്തനങ്ങളിൽ, അതിലെ MLA-മാരുടെ ധാർമ്മികതയിൽ, അവർ അകത്തും പുറത്തും നടത്തുന്ന പ്രവർത്തനങ്ങളിൽ വിമർശിക്കപ്പെടേണ്ട ഈ എത്തിക്സിനൊക്കെ അപ്പുറമുള്ള കാര്യങ്ങളുണ്ട് എന്നല്ലേ പുറത്തു വരുന്നത്? അങ്ങനെയാണെങ്കിൽ ജോർജിന് ആ അച്ചടക്കത്തെ അവിടെ അകത്ത് സമ്മതിക്കുകയും പുറത്ത് വിമർശിക്കുകയും ചെയ്യാൻ കഴിയുന്നത് ഈ നിയമസഭയിലെ MLA-മാരുടെ ആകെ തുകയിലെടുക്കുമ്പോഴുള്ള പ്രവർത്തന പോരായ്മ മൂലമല്ലേ? അങ്ങനെയാണെങ്കിൽ അതും തിരുത്തേണ്ടതല്ലേ? എങ്ങനെ തിരുത്താം? അതേ, സദാചാരത്തെ സംബന്ധിച്ചായാലും ധാർമ്മികതയെ സംബന്ധിച്ചായാലും മര്യാദയെ സംബന്ധിച്ചായാലും പെരുമാറ്റത്തെ സംബന്ധിച്ചായാലും ഞങ്ങൾ നന്നായി ചെയ്യുന്നു, ഞങ്ങളിൽ തെറ്റ് ആരോപിക്കാൻ പറ്റില്ല
എന്ന് പറയാവുന്ന MLA-മാരുടെ എണ്ണം അവിടെ ചുരുക്കമല്ലേ? ഈ ഭരണപക്ഷത്ത് മന്ത്രിമാരുൾപ്പെടെ, എന്തിന് മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ട്, മുഖ്യമന്ത്രി, മന്ത്രിസഭയിലെ പല അംഗങ്ങൾ, MLA-മാർ, ഇവർക്കൊക്കെ എതിരെയുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും, സരിത പേര് പറഞ്ഞ MLA-മാരും മന്ത്രിമാരും, ഇങ്ങനെയുള്ള ഒരു സഭ, പ്രതിപക്ഷത്തുള്ള വനിതാ MLA-മാരെ അധിക്ഷേപിച്ച ഭരണകക്ഷി MLA-മാരുള്ള ഒരു സഭ, അത് സ്പീക്കർ കണ്ടില്ല എന്ന് വയ്ക്കുന്ന അവസ്ഥ. വനിതാ MLA-മാരെ ഇന്നലെ പറയാൻ കൊള്ളാത്ത, നമ്മൾ ഈ നാടൻ ഭാഷയിൽ തെറി എന്ന് പറയുമല്ലോ, അശ്ലീലം, അതിൽ ആ വാക്കുകളല്ലേ ശെൽവരാജ് ഉപയോഗിച്ചത്. അത് വാക്കുകൾ നീക്കം ചെയ്തതല്ലാതെ വേറെ ഏത് സംഭവിച്ചു? അങ്ങനെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ധാർമ്മികതയുടെ കാര്യത്തിൽ, സദാചാരത്തിൻ്റെ കാര്യത്തിൽ, സത്യസന്ധതയുടെ കാര്യത്തിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു സഭയ്ക്ക് ഈ രീതിയിൽ PC ജോർജിനെ താക്കീത് ചെയ്തുകൊണ്ട് സ്വയം മുഖം രക്ഷിക്കാൻ കഴിയില്ല. ശ്രീ ഫ്രാൻസിസ് ജോർജ്, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറയുന്ന ആ വസ്തുത അതാണ് പ്രധാനം. കാരണം PC ജോർജ് തെറ്റായ വാക്കുകൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ AK ബാലനെതിരെ അദ്ദേഹം ജാതിപരമായ ആക്ഷേപം നടത്തി. TN പ്രതാപനെ ജാതിപ്പേര് വിളിച്ച് ഒരർത്ഥത്തിൽ അധിക്ഷേപിച്ചു. അതല്ലെങ്കിൽ പാമോലിംഗ് കേസ് കൈകാര്യം ചെയ്യുന്ന ജഡ്ജിയെ മതപരമായ അദ്ദേഹത്തിൻ്റെ ബന്ധം പറഞ്ഞ് ഓടിക്കാൻ നോക്കി. ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തപ്പോൾ ശ്രീ TM പ്രതാപൻ KM മാണി സാറേ, എന്നെ ഇങ്ങനെ പറയുന്നു, മാണി സാർ ഒരു തീരുമാനമെടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞു. ഒരു തീരുമാനവും ഉണ്ടായില്ല. അതുപോലെ AK ബാലൻ്റെ കാര്യത്തിൽ വലിയ പ്രതിഷേധമുണ്ടായി. അപ്പോൾ PC ജോർജിന് ഇത് പറയാൻ കഴിയുന്നത്, ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കാൻ കഴിയുന്നത്, നിയമസഭയുടെ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി തീരുമാനമെടുക്കുകയും സഭ അത് അംഗീകരിക്കുകയും ചെയ്ത ശേഷം വീണ്ടും സഭയ്ക്ക് പുറത്തിരുന്ന് അതിനെ വെല്ലുവിളിക്കാനും ആ തീരുമാനമെടുത്തവരുടെ ധാർമ്മികതയിലേക്ക് ടോർച്ചടിക്കാനും കഴിയുന്നത് ഈ സഭയിലെ അംഗങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെ പോരായ്മകൾ ജോർജിനറിയാം, അല്ലെങ്കിൽ കേരള സമൂഹത്തിനറിയാം, എങ്ങനെ സഭ പ്രവർത്തിക്കുന്നു എന്ന് വെബ്കാസ്റ്റ് അടക്കമുള്ള പ്രവർത്തനങ്ങളിലൂടെ പുറത്ത് ജനം കാണുന്നു. അതുകൊണ്ടല്ലേ അങ്ങനെ വരുമ്പോൾ ജോർജിനെ ശിക്ഷിക്കണമെങ്കിൽ, ജോർജിനെ താക്കീത് ചെയ്യണമെങ്കിൽ സ്വയം മാറേണ്ടതുണ്ട് എന്ന ഒരു പുതിയ കാഴ്ചപ്പാടല്ലേ ഇന്ന് ഈ വിഷയം ഉയർത്തുന്നത്? പ്രകാശ്, ഈ കാര്യത്തിൽ ഞാൻ ആരെയും ന്യായീകരിക്കുകയല്ല. സഭയിൽ അംഗങ്ങളായിട്ടുള്ള അംഗങ്ങൾ തീർച്ചയായിട്ടും പെരുമാറേണ്ട ഒരു പെരുമാറ്റച്ചട്ടമുണ്ട്. അതിന് വിരുദ്ധമായി ആര് പെരുമാറിയാലും തീർച്ചയായിട്ടും അതിന് ഉചിതമായിട്ടുള്ള നടപടി, സഭയുടെ ചട്ടങ്ങൾക്കനുസരിച്ചുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ്. അതിനകത്ത് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഒന്നുമില്ല, യാതൊരു വ്യത്യാസവും ഇല്ല. ആ കാര്യത്തിലൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഇവിടെ ശ്രീ ജോർജ് ഇപ്പോഴിത് ചൂണ്ടിക്കാണിക്കുന്നതിന്റെ ഒരു പശ്ചാത്തലമാണ് ഞാൻ സൂചിപ്പിച്ചത്. അദ്ദേഹത്തിനെതിരെ ഒരു ശിക്ഷണ നടപടി വന്നു. അപ്പോൾ മറ്റുള്ളവരും സമാനമായ കുറ്റങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്കെതിരെ ശിക്ഷണ നടപടി എടുക്കുന്നതിൽ എന്ത് ധാർമ്മികത എന്ന് ചോദിക്കുന്നതിന്റെ ഒരു നിരർത്ഥകത്വമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. എന്താണെങ്കിലും നമ്മുടെ നിയമനിർമ്മാണ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർഭാഗ്യകരമാണ് ഇങ്ങനെയുള്ള അനിഷ്ടകരമായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. ശ്രീ ഫ്രാൻസിസ് ജോർജ്, ഈ PC ജോർജ് ഇന്നിപ്പോൾ നിയമസഭയുടെ പുറത്തുനിന്ന് പറഞ്ഞു, ഇങ്ങനെ സംസാരിച്ചാണ് താൻ ഇതുവരെ എത്തിയത് എന്ന്. അതുകൊണ്ട് താൻ തിരുത്താൻ ഉദ്ദേശിക്കുന്നില്ല, ഈ വാക്കുകൾ, ഈ സംസാര രീതി അത് തിരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. ഈ PC ജോർജ് ഈ രീതിയിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം നിങ്ങളുടെ ഏക വൈസ് ചെയർമാനായത്. ഈ രീതിയിൽ സംസാരിക്കുമ്പോഴാണ് നിങ്ങളുടെ ചീഫ് വിപ്പായത്. ഇന്നിപ്പോൾ PC ജോർജിനെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേ സമയം ആ നടപടിക്ക് പിന്തുണയ്ക്കുമ്പോൾ തന്നെ പരസ്പരം എതിരായി ഉപയോഗിച്ചത്. അപ്പോൾ PC ജോർജിനെ നിങ്ങൾക്ക് ഏക വൈസ് ചെയർമാനാക്കാമെങ്കിൽ, നിങ്ങളുടെ ചീഫ് വിപ്പാക്കാമെങ്കിൽ, ഈ ജോർജിൻ്റെ സംസാര രീതിക്ക് കീഴിൽ നിങ്ങളുടെ MLA-മാർ അടങ്ങി നിന്നിരുന്നു എങ്കിൽ അവിടെ എന്തോ ഒരു തകരാറുണ്ടല്ലോ ഇപ്പോൾ നിങ്ങൾ ജോർജിൽ കുറ്റം ചാരുമ്പോൾ. ഇല്ല, ഇപ്പോഴല്ല പ്രകാശ്, ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള ജോർജിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുള്ള എല്ലാ അവസരങ്ങളിലും ഞങ്ങൾ കുറെ പേരെങ്കിലും അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞാനത് മറച്ചു വയ്ക്കുന്നില്ല. നിങ്ങളൊക്കെ അറിയാമല്ലോ, നമ്മൾ ചാനലിരുന്ന് ഈ കാര്യങ്ങൾ പരസ്യമായി ചർച്ച ചെയ്തിട്ടുള്ളതല്ലേ. അന്നേ നടപടി എടുക്കേണ്ടതായിരുന്നു. ഉചിതമായിട്ടുള്ള നടപടി അന്നേ എടുത്തിരുന്നുവെങ്കിൽ ഈ കാര്യങ്ങൾ ഇത്ര വഷളാകില്ലായിരുന്നു. ശ്രീ ജോർജ് തന്നെ സ്വയം നിയന്ത്രിച്ചേനെ. അപ്പൊ അന്ന് നടപടിയൊന്നും ഉണ്ടായില്ല. എല്ലാവരും ഇത് കണ്ണടച്ച് ഇത് മാറ്റങ്ങൾ ഉണ്ടാകും, മാറും, അദ്ദേഹം സ്വയം തിരുത്തും എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയി. ഇപ്പോഴദ്ദേഹം പുറത്തിറങ്ങിയിട്ട് ഇതിന് ശേഷവും വീണ്ടും വെല്ലുവിളിച്ച് പറയുകയാണ്, ഞാൻ ഇതുപോലെ പറഞ്ഞാണ് വന്നത്, ഇനിയും ഞാനിത് തുടരുമെന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതും നമ്മുടെ കേരള സമൂഹം വിലയിരുത്തട്ടെ. അദ്ദേഹം പറഞ്ഞല്ലോ, കേരള സമൂഹം ഈ കാര്യങ്ങൾ വിലയിരുത്തട്ടെ. വ്യക്തമാണ്. ശ്രീ മാത്യു ടി തോമസ്, താങ്കൾ ഉൾപ്പെട്ട ഒരു സമയത്ത് താങ്കൾ അതിൽ അംഗമായിരുന്നു, ഇപ്പോൾ അംഗമല്ല. പക്ഷേ ഈ ചർച്ചകൾ നടക്കുമ്പോൾ, തീരുമാനമെടുക്കുമ്പോൾ താങ്കൾ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയിലെ അംഗമായിരുന്നു.
ആ തീരുമാനത്തിൻ്റെ പൊള്ളത്തരം, ആ തീരുമാനമെടുക്കാൻ കേരള നിയമസഭയ്ക്കുള്ള അർഹതക്കുറവ്, അത് ജോർജ് വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. തീരുമാനത്തിന്റെ പൊള്ളത്തരം എന്നൊരു ആശയത്തിലേക്ക് വരാൻ എനിക്കാവില്ല. ഞാൻ പോകാനും പാടില്ലാത്ത ആള്. ആ സമിതിയിൽ അംഗമായിരുന്ന ആളെന്ന് മാത്രമല്ല, ഇപ്പൊ നിയമസഭയിൽ അംഗമായിരിക്കുന്ന ഒരാളെന്ന നിലയിൽ സഭയെടുത്ത് തീരുമാനത്തെ എതിർക്കാൻ, അതിന് വിരുദ്ധമായി സംസാരിക്കാൻ ഞാനുള്ള. പക്ഷെ ഇവിടെ പ്രസക്ത ഒരു വിഷയമുണ്ട്. 2013 കൊടുത്ത ഒരു ശുപാർശ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി. PC ജോർജ് അന്ന് അഭിമതരായിരുന്ന പലർക്കും അനഭിമതനായി മാറിയിരിക്കുന്നു. അപ്പൊ ഇത് പൂഴ്ത്തി വെച്ചതിന് ശേഷം ഇപ്പോൾ ഇത് പുറത്തെടുക്കാൻ എന്താ കാരണം എന്നുള്ള ഒരു സംശയം, അത് വളർന്നൊരു ഒരു നേരെയുള്ള ഒരു ചുണ്ടലാണ്. എന്നാൽ അതേസമയം തന്നെ ഈ എഴുതപ്പെട്ട നിയമങ്ങൾക്ക് വിധേയരാണ് നിയമസഭകൾ എന്ന് പറയുമ്പോൾ തന്നെ ഈ പൊതുപ്രവർത്തകർ പൊതുവെ സ്വീകരിക്കുന്ന ഒരു മാന്യത ഉണ്ട്. പൊതുപ്രവർത്തകർ ഒരു വിനയാനിതരായി പൊതുജനങ്ങളുടെ ദാസരായി പ്രവർത്തിക്കുന്ന ഒരു മൂല്യമാണ് നമ്മുടെ സമൂഹം പ്രതീക്ഷിക്കുന്നത്. അവിടേക്ക് സമൂഹം എത്തിച്ചേരണം. PC ജോർജ് ഇത് ആവർത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു, അത് കേട്ടില്ല. അങ്ങേറ്റമാണ് അത് വ്യക്തമാണ് താങ്കളുടെ നിലപാട്. ശ്രീ PC ജോർജ്, എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഇപ്പോഴും ഈ നടപടി അത് ശിരസാ വഹിക്കുമ്പോൾ തന്നെ ആ നടപടി സ്വീകരിക്കാൻ ഈ നടപടി സ്വീകരിച്ചവർക്ക് എത്രത്തോളം അർഹതയുണ്ട് എന്ന സംശയം ഉയർത്തേണ്ടി വരുന്നത്? അത് വ്യക്തതയോടുകൂടി പറയാൻ കഴിയുമോ? പ്രകാശേ, ഞാൻ പ്രകാശയുടെ കാര്യം പറയാം. ഈയനം വേലിയൊന്നും എൻ്റെ അടുത്ത് നിങ്ങളെ ഇറക്കരുത്. നിങ്ങളെപ്പോലെ കച്ചവടക്കാരില്ല. റിപ്പോർട്ടർ ചാനൽ കച്ചവടമാണ് ഉദ്ദേശം. ആരെ കച്ചവടം ചെയ്ത് ആരുടെ ചോര കുടിച്ചാലും വേണ്ട എന്ന നിലയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾ എന്തൊരു നാണം കെട്ട ചോദ്യം ചോദിക്കുന്നത്. ഫ്രാൻസിസ് ജോർജിനെ കൊണ്ട് ഇത്രയും ഉത്തരം പറയിച്ചല്ലോ. ഫ്രാൻസിസ് ജോർജ് ഞാൻ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് മാറി സെക്യൂരിറ്റി ഉണ്ടാക്കിയപ്പോൾ ഡൽഹിയിലെ മനോരമ ചാനലിൻ്റെ ഓഫീസിൽ വെച്ച് എന്നെ പോടാന്ന് വിളിച്ചവനാ, അറിയാവോ? ചായയുടെ മുഖത്ത് നിങ്ങൾ വൃത്തി പറയുക. നിങ്ങൾക്ക് പരസ്യം കിട്ടാം. PC ജോർജ് വരണം, അപ്പം നിങ്ങൾക്ക് പരസ്യം വേണം. നിങ്ങൾ നികൃഷ്ടമായ രാഷ്ട്രീയ പൊതുപ്രവർത്തനം നിങ്ങൾ നടത്തുന്ന, മാധ്യമ പ്രവർത്തനം നിങ്ങൾ നടത്തുന്ന മിസ്റ്റർ പ്രകാശ്, നിങ്ങൾ മര്യാദയുണ്ടോ? നിങ്ങളല്ലേ ഞാൻ ഈരാറ്റുപെട്ട എൻ്റെ വീട്ടിലിരുന്ന് സ്വകാര്യ സംഭാഷണം നടത്തിയത്? നിങ്ങൾ ഒളക്യാമറ വെച്ച് കൊടുത്തിട്ട് നിങ്ങൾക്കെതിരെ 1 കോടി രൂപ കേസ് ഫയൽ ചെയ്തവൻ. നേരത്തെ മര്യാദ മാധ്യമ പ്രവർത്തനം ഊതിരിക്കേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ മര്യാദ കൊണ്ട് ഞാൻ കേസ് പ്രൊസീഡ് ചെയ്യാതിരിക്കുക. നിയമസഭാ കമ്മിറ്റി വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ കേസ് ഫയൽ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങളെ കൂടെ അല്ലെങ്കിൽ കമ്മിറ്റി വിളിച്ചു വരുത്തണ്ട. ഞാനല്ല, നിങ്ങളാണ് ശിക്ഷിക്കപ്പെടേണ്ടത്. എൻ്റെ മര്യാദ കൊണ്ട് നിങ്ങളെ രക്ഷിച്ചതാ. എന്നിട്ട് ഇനിയും ആ കച്ചവടമായിട്ട് ഇറങ്ങരുത്, ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. എനിക്ക് നിലവിട്ട് ഞാൻ ഈ രാജ്യത്ത് പത്രസമ്മേളനം നടത്തി നിങ്ങളെ ചാനലിനെതിരായിട്ട് വർത്തമാനം പറയേണ്ടി വരും. എന്താ ഫ്രാൻസിസ് ജോർജ് വലിയ മാന്യൻ നിങ്ങൾക്ക്? ആ മാന്യത എന്നെ ജനറൽ ചാനൽ വെച്ച് പോടാന്ന് വിളിച്ചപ്പോഴാണ് അത് വർത്തമാനം പറഞ്ഞത്. അയാൾക്ക് എന്നോട് വിരോധമുണ്ടെന്ന് ആർക്കും അറിയില്ലാത്തത്. അയാൾ പാർലമെന്റ്, അതായത് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ അവിടെ മത്സരിക്കാൻ നോക്കി. ഞാൻ പറഞ്ഞു യോഗ്യപ്രായത്തിൽ കൊടുക്കണമെന്ന്. മനസ്സിലല്ലേ? രാജ്യസഭ കൂടെ വന്നപ്പോൾ അന്ന് പോലെ ഇരട്ടി വൈരാഗ്യം. ജോസഫിനും കൂടെ നിൽക്കുന്നത് എപ്പോഴും എൻ്റെ ശത്രുക്കളാണ്. എൻ്റെ അനുവാദത്തോടുകൂടിയല്ല മാണി ഗ്രൂപ്പിൽ അവർ ചേർന്നത്. അവർ വന്നപ്പോൾ മുതൽ എന്നെ കൊല്ലാൻ നോക്കിക്കൊണ്ട് നടക്കുകയാണ്. അവരെ കൊണ്ട് വർത്തമാനം പറയിച്ച് എന്നെ മോശമാക്കാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ കേരളത്തിലെ ഈ ചാനൽ കാണുന്ന ജനം മുഴുവൻ നിങ്ങളെ ബോയ്ക്കോട്ട് ചെയ്യും. അതിൽ ഞാൻ പറയാം. നാളെ വേണേൽ ഞാൻ കാണിച്ചു തരാം പണി, അറിയാമോ? അത് പ്രകാശ് മോശമായി ഈ നാണം കെട്ട പരിപാടി കച്ചവടം നിർത്തണം. ഞാൻ നിയമസഭയ്ക്ക് പുറത്തും സ്പീക്കറെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് നിയമസഭാ കമ്മിറ്റി ആദരിച്ചുകൊണ്ട് ആ കമ്മിറ്റി തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു എന്നാണ് പറഞ്ഞത്. നിങ്ങളെന്താ പറഞ്ഞത്? നിയമസഭയ്ക്ക് പുറത്ത് ഉണ്ടാക്കിയെന്ന്. എന്നാ ഉണ്ടാക്കിയാൻ? മര്യാദ വേണം നിങ്ങൾക്ക്. മാധ്യമ മര്യാദ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ മാറി ചോദിച്ച് നടക്കുക. ആ മര്യാദകൾ നിങ്ങൾ നിർത്തണം മിസ്റ്റർ പ്രകാശ്. മനുഷ്യനെ എന്നെ വിറ്റ് നിങ്ങൾ കഞ്ഞി കുടിക്കരുത്. വ്യക്തമാണ്. ശ്രീ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ PC ജോർജ് നിയമസഭയ്ക്ക് പുറത്ത് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണ രൂപത്തിൽ മാധ്യമങ്ങൾ ഞങ്ങളടക്കം സംപ്രേഷണം ചെയ്തതാണ്. പക്ഷേ ഇവർ പരസ്പരം നടത്തുന്ന സംഭാഷണങ്ങൾ, ഇപ്പോൾ ദില്ലിയിൽ വെച്ച് നടത്തിയ ഒരു സംഭാഷണത്തെക്കുറിച്ച് പറയുന്നു. മാധ്യമങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയുകയും ഇന്നിപ്പോൾ PC ജോർജ് അതിൻ്റെ നിയമസഭാ കമ്മിറ്റിക്ക് മുമ്പാകെ നടന്ന കാര്യങ്ങൾ തന്നെക്കുറിച്ച് ഗൗരവമായി ഇത് പറഞ്ഞു, അതുകൊണ്ട് ഞാനിത് പറഞ്ഞു എന്ന രീതിയിലാണ് പുറത്തു വരുന്നത്. അപ്പോൾ ആകത്തുകയിൽ ഇവരുടെ ചർച്ചകളിൽ, പെരുമാറ്റങ്ങളിൽ, ഇവർ പരസ്പരം നടത്തുന്ന സംഭാഷണങ്ങളിൽ, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തുവിടുന്ന കാര്യങ്ങളിൽ അതിലൊരു മാറ്റം വരുത്തേണ്ടതുണ്ടോ? മാറ്റം വരുമോ? അല്ല, തൻ്റെ ഭവനത്തിലെ സ്വകാര്യതയിൽ പരസ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ അല്ലാതെ
ജോർജ് പറഞ്ഞ കാര്യങ്ങൾ റിപ്പോർട്ട് ചാനൽ പുറത്തുവിട്ടു. അതാണ് ഇപ്പോൾ ജോർജ് പറഞ്ഞത്. ആ വിഷയത്തിൽ അദ്ദേഹത്തിനുള്ള ആക്ഷേപം ന്യായമാണ്. ഞാൻ ജോർജിൻ്റെ കൂടെയാണ്. നമുക്ക് പൊതുപ്രവർത്തകരായതുകൊണ്ട് സ്വകാര്യതയില്ല. ഒരു ഫലിതം പറഞ്ഞുകൂടാ, ഒരു കാര്യം പറഞ്ഞുകൂടാ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഈ കാര്യങ്ങൾ പരസ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ പരസ്യമായി ജോർജ് നടത്തിയ പ്രസ്താവനയായിരുന്നില്ല അത്. മറ്റൊന്ന്, ഈ സഭയിൽ അംഗമല്ലാത്ത ഒരാളാണ്. അങ്ങനെ പല കാര്യങ്ങളും പല ചോദ്യങ്ങളും ഉന്നയിക്കാനുണ്ട്. എല്ലാത്തിനോടും നമുക്കൊരു സമയമില്ല. അതുകൊണ്ട് ജോർജിനെ ഈ വിഷയത്തിൽ ഗൗരിയമ്മയ്ക്കെതിരെ നടത്തിയ ഒരു സ്വകാര്യ പരാമർശം അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ ഒരു ചാനൽ പരസ്യപ്പെടുത്തി എന്നതിൻ്റെ പേരിൽ താക്കീത് ചെയ്താൽ, ആ താക്കീത് ചെയ്യുന്നതിന് ഈ 13ാം കേരള നിയമസഭയ്ക്ക് ധാർമ്മികമായി എന്ത് അധികാരമാണുള്ളത് എന്ന ചോദ്യമാണ് ഈ ചർച്ചയുടെ അവസാനവും ഞാൻ ആവർത്തിക്കുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. വളരെ നന്ദി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. ശ്രീ PC ജോർജ് MLA, ശ്രീ K ഫ്രാൻസിസ് ജോർജ്, ശ്രീ മാത്യു T തോമസ്, ഏവർക്കും നന്ദി. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.